സത്യത്തെ ഇതുപോലെ ഭയപ്പെടുന്നൊരു ലോകത്തെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇന്ന് ജീവിക്കുന്ന ലോകത്തെപ്പറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. സത്യം പറയാൻ എല്ലാവർക്കും പേടിയാണ്. കാരണം സത്യം എല്ലാവരുടെയും കുത്തി നോവിപ്പിക്കുന്നതാണ് സത്യമെന്ന് പറയുക. അതുകൊണ്ട് ഈ സത്യം പറയുന്നത് സൂക്ഷിച്ചു വേണം. അതേസമയം സത്യം പറയാതിരിക്കാൻ നിർത്തിയില്ല. അതുകൊണ്ടാണ് ശ്രീബുദ്ധൻ പറഞ്ഞത് 3 കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. 1 സൂര്യൻ, 2 ചന്ദ്രൻ, 3 സത്യം. ആരൊക്കെ തടയാൻ ശ്രമിച്ചാലും ഇതിങ്ങനെ പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് സത്യം പറയുന്നത് വലിയൊരു അപകടമാണ്. ഈ കർദിനാളിന് പറ്റിയൊരു അബദ്ധം, അദ്ദേഹം കുറേ സത്യങ്ങൾ വിളിച്ചു പറയാൻ ശ്രമിച്ചു. ഇന്ന് എവിടെയൊക്കെ ആരെങ്കിലുമൊക്കെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് സത്യം പറയുന്നവരെയാണ്. അതുകൊണ്ടാണ് എല്ലാവരും വളരെ സൗകര്യപൂർവ്വം നുണ പറഞ്ഞുകൊണ്ട് കിടക്കുക. നിങ്ങൾ വാട്സപ്പ് എടുത്ത് തുറന്നു നോക്കുക. വാട്സപ്പിൽ എത്ര പേരാണ് സത്യം പറയുന്നത്? 99% പേര് നുണയെ പറഞ്ഞുകൊണ്ടിരിക്കുക. നല്ല ഡിമാൻഡായി സാധനത്തിന്. സത്യം പറഞ്ഞ ആരും നിങ്ങളുടെ വാട്സപ്പിൽ നിന്ന് എടുത്ത് വായിച്ചു നോക്കൊന്നുമില്ല. നിങ്ങൾ നുണ പറഞ്ഞു നോക്ക്, അശ്ലീലം പറഞ്ഞു നോക്ക്, എത്ര വ്യൂവേഴ്സ് നിങ്ങൾക്ക് കിട്ടുകയാണത്. അപ്പോൾ അതുകൊണ്ട് സത്യം പറയുന്നത് സൂക്ഷിച്ചു വേണം. ആ ഒരു ശ്രദ്ധക്കുറവ് പാറക്കെട്ടി പിതാവിനുണ്ടായിരുന്നു. അതിൻ്റെ ശിക്ഷ അദ്ദേഹം അനുഭവിക്കുകയും ചെയ്തു. അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഇന്ന് പോരുന്നതിന് തൊട്ട് മുമ്പ് കൂടി ഒരു നുണ വീഡിയോ അദ്ദേഹത്തെ പറ്റി കണ്ടുകൊണ്ടാണ് വരുന്നത്. പച്ചക്കള്ളങ്ങൾ. ഞാൻ അതേപ്പറ്റിയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അധികം താമസിയാതെ പ്രസിദ്ധീകരിച്ച് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുക. ഈ പാറക്കെട്ടിൽ പിതാവിനെ പറ്റി മാത്രം പറഞ്ഞിട്ടുള്ള നുണകൾ, അനേകം നുണകൾ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു പരത്തുന്നുണ്ട്. ഇപ്പോഴും പറഞ്ഞു പരത്തുന്നുണ്ട്. ധാരാളം വ്യൂവേഴ്സ് ഉണ്ടാണ്.